രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ല. എന്നിട്ട് പഞ്ച് ഡയലോഗ് അടിക്കുകയാണ്, ഞങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ നിന്ന് പരാതി എടുക്കാതെ നോർത്ത് കൊറിയയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാ? നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. അല്ലാതെ നേതാക്കളുടെ ബോധ്യങ്ങളല്ല, കോടതിയുടെ മുമ്പിലെ തെളിവുകളാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതി ബ്രേക്കിംഗ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന 10 പരാതികൾ പോലീസിന് കിട്ടിയതിൽ 5 എണ്ണം തേർഡ് പാർട്ടി പരാതികളാണ്. സാർ, അവൻ അവളെ പീഡിപ്പിച്ചു. നിനക്ക് അവനെ അറിയാമോ? ഇല്ല, TV കണ്ടിട്ടേ ഉള്ളൂ. അവളെ അറിയത്തൂല്ല, പിന്നെ നീ എന്തിനാ പരാതി കൊടുക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ MLA സ്ഥാനം രാജിവെക്കാതെ കാത്തത് ജനങ്ങളാ. കടല് പോലെ ശക്തമായിട്ട് അലയടിച്ചത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെക്കേണ്ടാതെ വന്നത്. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിച്ച അവന്തിക 2 ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ 50,000 രൂപ മേടിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള കാർഡായിട്ട് നമ്മൾ എന്നും എടുത്തു വെക്കും. സുരേഷ് ഗോപി ഒരു പെൺകുട്ടിയുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ എങ്ങനെയാകും? എനിക്ക് അങ്ങനെ തോന്നിയെന്ന്. നിനക്ക് അങ്ങനെ തോന്നി ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ആകൂ? ആ പെൺകുട്ടി പറഞ്ഞാണ്. ആ പെൺകുട്ടിയുടെ ഫീലിംഗ് ആണ് പ്രധാനം. അല്ല സാർ, ഫാക്ടുകളാണ് പ്രധാനം, പെൺകുട്ടികളുടെ ഫീലിംഗ് അല്ല പ്രധാനം. ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയാൽ അതാണ് പ്രധാനം. ആ പെൺകുട്ടി ആരാണ്? ശ്രീ മുകേഷിന്റെ മനസ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ പാർട്ടിക്ക് ഞാൻ എന്തോ ദൗർബല്യമാണ്. എന്ത് ദൗർബല്യമാണ്? പുള്ളി എന്ത് ചെയ്യിച്ച കാര്യം? രാഷ്ട്രീയപരമായ അതാണ്ട് ഒരൊറ്റ ആള് മാത്രമേ ആ അവസരത്തിൽ നന്മ പറഞ്ഞുള്ളൂ, ശ്രീ സുരേഷ് ഗോപിയാണ്. മുകേഷിന് രാജിവെക്കണമെന്ന് കോടതി പറഞ്ഞു. മുകേഷ് എന്തിനാ രാജിവെക്കുന്നത്? മുകേഷിനെതിരെ ഒരു വ്യാജ പരാതി വന്നിട്ട് മുകേഷ് രാജിവെക്കുന്നില്ല. ഇവർ അതിജീവിതന്മാരാണ്. ഇപ്പൊ ഹണി റോസ് ആദ്യം എനിക്കെതിരെ ചോദിക്കുന്നു, പോലീസ് പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. ഹണി റോസ് വീണ്ടും വന്ന് അതേ പരാതി കൊടുത്തപ്പോൾ എനിക്കെതിരെ കേസെടുത്തു. ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കാൻ കടുപ്പിച്ച് ജാമ്യമില്ലാത്ത ഒപ്പുകാരുണ്ട്. ശക്തി ഉണ്ടെന്ന് കാണിക്കാനും സ്ത്രീപക്ഷമാണെന്ന് അകന്ന് കാണിക്കാനും പരാതിക്കാരി തരാത്ത വകുപ്പുകൾ പോലും ഇട്ട് എന്നാലല്ലേ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് വന്നു പോലീസിന് പറയാനൊരു ഇതും കിട്ടും. എന്തൊരു ലോകമാണ്! സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം, പക്ഷെ പുരുഷൻ അവഗണനയാവണം. ഷാരനെ ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്നു. ചിലപ്പോ ഒക്കെ വിഷം കൊടുക്കേണ്ടി വരും. KR മീര പറഞ്ഞത് തെറ്റാണെന്നെങ്കിലും ഈ ആരെങ്കിലും പറഞ്ഞു. ഓവർ ഫെമിനിസം അതിന്റെ ആവശ്യമില്ല. ക്രൂരമായ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് റീച്ച് കിട്ടാൻ, സോഷ്യൽ മീഡിയ റീച്ച് കൂടാൻ, ബിഗ് ബോസിൽ അവസരം കിട്ടാൻ, കാശ് കിട്ടാൻ, എക്സ്റ്റോർഷന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ റിനിയെ സാമൂഹ്യ വിമർശനം നടത്താൻ പാടില്ലെന്ന് പറയാൻ റിനി മദർ തെരേസയോ മഹാത്മാഗാന്ധിയാണോ? റിനിയെ വിമർശിച്ചൂടെ ഈ നാട്ടിൽ? അതെന്താ? റിനിക്ക് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്? ശ്രീലങ്ക എന്ന് പറഞ്ഞ് വെളുത്തൊരു ഹാർട്ടിട്ടാൽ പഞ്ചാര എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമാണ്. റിനി എനിക്കെതിരെ കൊടുത്തത് ഈ 2-2.5 പേജ് നീളമുള്ള ഒരു പരാതിയിൽ അവസാന വരിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വർ എനിക്കെതിരെ ഡീഫെയിമിംഗ് വീഡിയോ ചെയ്തു എന്ന്. പക്ഷെ പരാതി കണ്ടുകാണും, അല്ലെങ്കിൽ ഞാൻ കോപ്പി അയച്ചു തരാം. പക്ഷേ കേരള പോലീസ് അപകീർത്തിയുടെ അല്ലെങ്കിൽ ഡിഫമേഷന്റെ ആക്ട് അല്ല ഇട്ടിരിക്കുന്നത്, പകരം IT ആക്ട് 67 ആണ്. കാര്യം IT ആക്ട് 67 ഇട്ടാൽ നോൺ ബെയിലബിൾ, ജാമ്യമില്ലാത്ത കേസ് പ്രകാരം, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് എടുക്കാം. അതിനുവേണ്ടിയാണ് പോലീസ് അങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പോലീസും നിയമ സംവിധാനവും ചെയ്തുകൂടാത്തത്. ശക്തി ഉണ്ടെന്ന് കാണിക്കാനും സ്ത്രീപക്ഷമാണെന്ന് അങ്ങനെ കാണിക്കാനും പരാതിക്കാരി തരാത്ത വകുപ്പുകൾ പോലും ഇട്ട് ആൾക്കാരെടുക്കുകയാണ്. ഇത് ആരെ കണ്ണിൽ പൊടിയിടാനാണ് ഇങ്ങനെയുള്ളത്? അല്ലെങ്കിൽ ചേട്ടനെതിരെ ഒരു ടാർഗറ്റിംഗ് ആണോ? ഇത് എനിക്കെതിരെ മാത്രമല്ല, ഇത് ഒന്ന് വ്യക്തിപരമായിട്ട് ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ അതിനപ്പുറം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അത് അങ്ങനെ മനസ്സിലാക്കിയാലേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ പറയാം, കണ്ടോ രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടിയുള്ള നീക്കമാണിത്, എന്നെ ഇരയാക്കുകയാണെന്നുള്ളത്. എന്നെ മാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ട് കണ്ണിൽ പൊടിയിടുക. അതായത് പോലീസുകാര്, മാധ്യമങ്ങൾ, നമ്മുടെ സിസ്റ്റം സ്വന്തമായിട്ട് കണ്ണിൽ പൊടിവാരി ഇടുകയാണ്. കാരണം ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് നാട്ടുകാരെയും അവനവനെയും തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം കള്ളത്തരം ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ഇത് രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല, എത്രയോ പേർക്കെതിരെ നമ്മൾ കാണുന്നതാണ്. ഇതിന്റെ റീസൺ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കാനും അതിനൊരു കയ്യടിയുണ്ട്. ആ കയ്യടി കിട്ടാനും പരാതിക്കാരി പറയുന്നതിനപ്പുറം ഈ സാധനം എടുക്കുന്നു. പക്ഷെ ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസിന്റെ വനിതാ സെല്ലിൽ നിന്ന് മിനിഞ്ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് റിനിക്കെതിരെയുള്ള എന്റെ പരാതിയിൽ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പം പോലീസുകാരെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകണം. ഒരുപാട് സുപ്രീം കോടതി വിധികൾ അടക്കമുണ്ട്. 66A ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മ കാണും, ദുരുപയോഗം ചെയ്തതിന് സുപ്രീം കോടതി റദ്ദാക്കിയതാണ്. അതേപോലെ ദുരുപയോഗമാകരുത്. നമ്മുടെ നാട്ടിലെ ഈ അമിത സ്ത്രീപക്ഷം, ഓവർ ഫെമിനിസം, അതിന്റെ ആവശ്യമില്ല. ഇതേപോലെ വ്യാജ പരാതികൾ വന്ന് കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ സുനീറിന്റെ വീട്ടിൽ ഞാൻ പോയി. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ എടുത്തിട്ടുണ്ട്. DGPയെ ചെന്ന് കണ്ടു. ആ സ്ത്രീക്ക് അല്ലെങ്കിൽ സുനീറിനെതിരെ വ്യാജ പരാതി കൊടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ കേസ് എടുപ്പിക്കാൻ, FIR ഇടിക്കാൻ ആഴ്ചകൾ മെനക്കെടേണ്ടി വന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഷാരനെ ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് ആ ഗ്രീഷ്മയെ ന്യായീകരിച്ച KR മീരക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തു. ഒരാഴ്ച എടുത്തു റെസീറ്റ് കിട്ടാൻ. FIR ഒന്നും ഇതുവരെ ഇട്ടിട്ട് പോലും. തിരിച്ചാലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു
ഗ്രീഷ്മയെ ഷാരൻ വിഷം കൊടുത്തു വന്നു എന്നിരിക്കട്ടെ. എന്നിട്ട് ഞാൻ ടി വി ഒന്ന് KR മീര പറഞ്ഞ എക്സാക്ട് ഡയലോഗ് പറഞ്ഞു, ചിരിച്ച് പരിഹസിച്ചുകൊണ്ട്. ചിലപ്പോൾ ഒക്കെ വിഷം കൊടുക്കേണ്ടി വരും, അവൾ ഭയങ്കര തൊല്ലയായിരുന്നു, അവൾ അവൻ്റെ തലയിൽ കയറുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? അറസ്റ്റ് ചെയ്യണം, എന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ജയിലിലിടണം. കാര്യം ഞാൻ ഒരാളെ കൊന്നതിനെ ന്യായീകരിക്കുകയാണ്, കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. KR മീര പറഞ്ഞത് തെറ്റാണെന്നെങ്കിലും ഈ ആരെങ്കിലും പറഞ്ഞു? അതെന്താ അങ്ങനെ? ഒരു പുരുഷനെ വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം പോലും ഈ നാട്ടിലെ സാംസ്കാരിക നായകർക്കും ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ പറഞ്ഞു? ഞാൻ വെറുതെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കേസ് അന്ന് ഇപ്പം തെളിഞ്ഞല്ലോ, കോടതി അടക്കം പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വ്യാജ പരാതി നൽകി പീഡിപ്പിച്ച ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ, അല്ലെങ്കിൽ സരിത തെറ്റാണെന്ന് ഫെമിനിസ്റ്റുകൾ ആരെങ്കിലും പറഞ്ഞു? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞു. നമ്മുടെ മുകേഷ് ഏട്ടനെതിരെ വ്യാജ പരാതി വന്നു. ആ സ്ത്രീയെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. എത്ര പേർക്കെതിരെ ആ സ്ത്രീ വ്യാജ പരാതി കൊടുത്തു? മുകേഷ്, മാമുക്കോയ, സുധീഷ്, ബാലേന്ദ്ര മേനോൻ, ജയസൂര്യ. ഒരാൾ ഇറങ്ങി നടന്നെങ്കിൽ സീരിയൽ പരാതി കൊടുക്കലാണ്. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, വെറുതെ ഒരു എഴുതി കൊടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞാൽ മതി. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ബിൽ നമ്പർ 246 കേരള നിയമസഭ അടിച്ചിറക്കിയ സാധനമാണിത്. ഇതുവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയക്കാർ പലപ്പോഴും സമ്മതിക്കുന്നില്ല. ഓൾറെഡി കൊടുത്തതാണ്, ഡേറ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ കാരണം പുരുഷൻ എന്നും ഇവിടെ ഒരു സെക്കൻഡ് ക്ലാസ് ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ ആണുങ്ങൾ അങ്ങനെ സെക്കൻഡ് ക്ലാസ് അല്ല. സ്ത്രീകൾക്ക് തീർച്ചയായും ഉയർച്ചയുണ്ട്, മഹത്വമുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം, പക്ഷെ പുരുഷൻ അവഗണനയാവരുത്. നമ്മുടെ സൊസൈറ്റി ചരിത്രപരമായി കുറേയൊക്കെ പാട്രിയാർക്കലാണ്, മെയിൽ ഡോമിനേറ്റഡ് ആണ്. അത് സത്യമാണ്. നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുമാണ്. അത് സമ്മതിക്കുന്നതിന് എന്താ മടി? ഇപ്പം എനിക്കോ താങ്കൾക്കോ എപ്പോഴെങ്കിലും ഒരു ബസ്സിൽ കയറുമ്പോൾ ഒരു മൊട്ടുപ്പിൻ കയ്യിൽ സൂക്ഷിക്കേണ്ടതോ മറ്റേ സെറ്റിപ്പൻ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായ നമ്മളെക്കാൾ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മുടെ പ്രശ്നങ്ങൾ കുറവാണെന്നാണോ? സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം, പുരുഷന് അവഗണന കൊടുക്കരുത്. അത് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെയല്ല. അതുകൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ ഇതിനെ പിന്തുണയ്ക്കുന്നത് കാണാം. ഞങ്ങളടക്കം പറയുന്ന കാര്യങ്ങളെ ഒരുപാട് സ്ത്രീകൾ പിന്തുണയ്ക്കുന്നത് കാണാം. ഇത് കണ്ട് വിരളി പൂണ്ടാണ് റിനി പറയുന്നത്. ഇവരെ സദാചാര അമ്മച്ചിമാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരുടെ പോസ്റ്റിൽ കാണുന്നത് അതാണ് ശരിക്കും സ്ത്രീ വിരുദ്ധം. അതായത് റിനിയെ അനുകൂലിക്കാത്തവർ സദാചാര അമ്മച്ചിമാരാണ്. ഇതൊരു ഫെമിനിസ്റ്റ് മാഫിയ മൈൻഡ് സെറ്റാണ്. ഇതിനെ അമേരിക്കൻ ഭാഷയിൽ ഫെമിനാസികൾ എന്നാണ് വിളിക്കുക. നമ്മുടെ നാം ഭാഷയിൽ തമാശയ്ക്ക് ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകൾ. നല്ല ഫെമിനിസ്റ്റുകളോട് ബഹുമാനമാണ്, ആദരവാണ്. നമുക്ക് സംസാരിക്കാം, ചില പോയിന്റ്സിൽ ഡിസഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷേ ഈ തീവ്ര ഫെമിനാസികൾ പുരുഷ വിരോധികളാണ്, ആണിനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഏത് രീതിയിലും തടയേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അല്ല, അതിന്റെ കാരണം ഈ നിയമ സംവിധാനത്തിന്റെ തെറ്റായ പ്രയോഗം, അല്ലെങ്കിൽ പോലീസുകാരുടെ തെറ്റായ മനോഭാവം. ഒരു ഉദാഹരണം, ശ്രീ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു സാർ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം 3 വർഷം ജയിലിൽ കിടന്നു, 11 വർഷം നിയമ പോരാട്ടം നടത്തി. എന്തിനാണെന്നറിയാമോ? 5 പെൺകുട്ടികൾ കോപ്പി അടിച്ചത് പിടിച്ചു. ആ കോപ്പി അടിച്ചത് പരാതി കൊടുക്കാതിരിക്കാനായി ആ പെൺകുട്ടികൾ ആദ്യമേ അങ്ങോട്ട് പരാതി കൊടുത്തു, ഇയാൾ ഞങ്ങളെ പീഡിപ്പിച്ചു. പ്രബീഷ് മാഷ്, അദ്ദേഹത്തിനെതിരെ ഇതേപോലെ വ്യാജ കേസ് വന്ന് കാണും. കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ വ്യാജ പോക്സോ വന്നത് കാണും. അങ്ങനെ എത്രയോ പേർക്കെതിരെ, ഉമർ ലുലുവിനെതിരെ, അല്ലെങ്കിൽ വിജയബാബുവിനെതിരെ, നിവിൻ പോളിക്കെതിരെ വ്യാജ കേസുകൾ വരുന്നത് കാണാം. കാര്യം പ്രതികാരം തീർക്കാനും ദേഷ്യം തീർക്കാനും പല ആൾക്കാരും വ്യാജ കേസ് കൊടുക്കുകയാണ്. ഇത് പോലീസ് കണ്ണടച്ച് അതേപോലെ വിശ്വസിച്ച് വേണ്ട രീതിയിൽ അന്വേഷിക്കാതെ പുരുഷനെ കൊടുക്കാൻ നോക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പറ്റുന്നത്. ഇപ്പോ ഒരു സ്ത്രീ ഒരു ആരോപണം നടത്തിയാൽ മറിച്ചൊന്നും ആലോചിക്കാതെ പുരുഷന് നേരെ നിയമ നടപടിയാണ്. ശരിക്കും എന്താണ് അവിടുത്തെ ശരിയായ രീതി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ല. ആലോചിക്കണം, പരാതി പോലുമില്ല. എന്നിട്ട് പഞ്ച് ഡയലോഗ് അടിക്കുകയാണ്, ഞങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ ഇത് പരാതി എടുക്കാതെ നോർത്ത് കൊറിയയാണോ? അതായത് നമ്മുടെ നാട്ടിൽ ശ്രീ VD സതീശനോ, ശ്രീ പിണറായി വിജയനോ, ശ്രീ രാജീവ് ചന്ദ്രശേഖരനോ പരാതി കിട്ടിക്കോട്ടെ, അവർ പോലീസ് ഒന്നും അല്ലല്ലോ. ശ്രീ VD സതീശനെതിരെ ഒരു പരാതി കിട്ടിയെന്നിരിക്കട്ടെ, എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ, അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്, ശ്രീ പിണറായി വിജയന് പരാതി കിട്ടിയെന്നിരിക്കട്ടെ, ഇവരെങ്ങനെ അന്വേഷിക്കും? ഒരു പോലീസുകാരാണോ? അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാ? പോലീസ്, കോടതി അങ്ങനൊന്നും ഇല്ലേ? നേതാക്കളുടെ ബോധ്യം എന്നൊക്കെ പറഞ്ഞ് പഞ്ച് ഡയലോഗ് അടിക്കുന്ന കേട്ടാത്തൊന്നും നേതാക്കൾ നോർത്ത് കൊറിയയിലാണ്. അങ്ങനെ നേതാക്കളൊന്നും അല്ല. ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമ സംവിധാനമുണ്ട്, ഭരണഘടനയുണ്ട്, നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. അല്ലാതെ നേതാക്കളുടെ ബോധ്യങ്ങളല്ല കോടതിയുടെ മുമ്പിലെ തെളിവുകളാണ് പ്രധാനം.
അതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ഉറച്ചു പോകണം. ഇത് പലപ്പോഴുമേ ഈ നാട്ടുകാരെ ഞങ്ങൾ സ്ത്രീപക്ഷ പുരോഗമനവാദികളാണെന്ന് കാണിക്കാനുള്ള ചിലരുടെ അമിതാവേശമാണ്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. എന്നിട്ട് ഇപ്പം നേരത്തെ പറയുന്നത് കേട്ടോ, അത് പരാതി പോലും ഇല്ല ഞങ്ങൾ പുറത്താക്കി, അതാണ് ഉറുമീസ് എന്ന്. എന്താ അങ്ങനൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പരാതി വേണം, കോടതി സംവിധാനം വേണം, പരാതിക്കാരന് തിരിച്ചു പറയാനുള്ള ഒരു അവസരം വേണം. ഇതിനാണ് പ്രോസസ്സാണ് ഈ ജസ്റ്റിസ്. ഇതൊരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. ആ പ്രോസസ്സിനെ ബൈപ്പാസ് ചെയ്യരുത് ഒരു കാരണവശാലും. ഇവര് ഇരകളാണ്, ഇവര് അതിജീവിതന്മാരാണ്. അതിജീവിത എന്നൊരു സ്ത്രീലിംഗം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാ വാക്കുകൾക്കും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്. അതിജീവിതയുടെ പുരുഷലിംഗം എന്താ? അതിജീവിതൻ. ഇവർ അതിജീവിതന്മാരാണ്. ആ അതിജീവിതന്മാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുകേഷ് നായർക്കെതിരെ ഇതേപോലെ വ്യാജ പോക്സോ ഒരു ആൽബത്തിൽ ഉന്നയിച്ചതാണ്. ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടറിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ വ്യാജ പോക്സോ. ഇതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുകേഷേട്ടനെതിരെയുള്ള 100% വ്യാജ കേസാണ്. ഒരു ദിവസം വൈകിട്ട് വിളിച്ച് മുകേഷേട്ടനോട് 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എന്തോ വേണമെന്ന് ഒരു സ്ത്രീ പറയുകയാണ്. നിങ്ങൾക്ക് ആ ഗതികേട് വന്നൊന്ന് ആലോചിച്ചു നോക്കും. താങ്കൾക്ക് അല്ലെങ്കിൽ എനിക്ക് നമുക്കൊരു ദിവസം ഒരു കോൾ വരികയാണ്, എനിക്ക് 10 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ റേപ്പിന് പരാതി കൊടുക്കും. എന്തൊരു ദുരവസ്ഥയാണ്, ആലോചിച്ച് നോക്കുക. എന്നിട്ട് അദ്ദേഹം കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് അനുകൂല പരാമർശങ്ങൾ കിട്ടി. ഇത് എക്സ്റ്റോർഷനാണ്, ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് തന്നെ ബാലേന്ദ്ര മേനോൻ സാറിന് 20 വർഷങ്ങൾക്ക് മുമ്പ് ബാലേന്ദ്ര മേനോൻ സാർ ഒരു മോശം കാര്യം എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തെന്നോ ഇല്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ പറ്റും? എത്രമാത്രം ആഭാസകരമാണ്. ഇവർക്കൊക്കെ മക്കളുടെ മക്കളും ഒക്കെ ഇല്ലേ? അവരുടെയൊക്കെ ജീവിതം, അഭിമാനം, അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകണം. എത്രമാത്രം വിഷമകരവും വേദനാജനകവുമാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്കെതിരെ വ്യാജ പരാതി വന്നാൽ നമ്മൾ ഒരു മിഷൻ മെൻസ് കമ്മീഷൻ ഉണ്ട്, നമ്മളെ അപ്രോച്ച് ചെയ്യണം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളും തരും. BNS 248 പ്രകാരം വ്യാജ പരാതി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കണം. ശക്തമായി ഫൈറ്റ് ചെയ്യണം. ഒരു കാര്യമേ ചെയ്തുകൂടാത്തതുള്ളൂ, ഒരൊറ്റ കാര്യമേ ചെയ്തുകൂടാത്തേ ഉള്ളൂ. നിങ്ങൾ മിണ്ടാതിരുന്ന ആ കേസ് മറഞ്ഞു പോകുമെന്ന് കരുതുക. അത് അബ്സല്യൂട്ട് കള്ളമാണ്. പല ആണുങ്ങൾക്കും പറ്റുന്നത് നമ്മളങ്ങ് മിണ്ടാതിരിക്കുമ്പം കേസ് മാഞ്ഞു പോകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, മിണ്ടണം, പോരാടണം, പല്ലും നഖവും ഉപയോഗിച്ച്, ആലങ്കാരികമായിട്ടാണ്, പല്ലും നഖവും ഉപയോഗിച്ച് കിട്ടാവുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് പോരാടണം. ഉദാഹരണം, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കേട്ട് കാണാം, തൃശ്ശൂരിലെ ഫേമസ് ആയ ഒരു അമ്പലമാണ്. അവിടുത്തെ ആൾക്ക് എതിരെ ഇതേപോലെ വ്യാജ പരാതി പുള്ളി 45 ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിശക്തമായി പോരാടി, പ്രസ് മീറ്റ് വിളിച്ചു. കുട്ടിക്കൽ ജയന്തൻ്റെ ഭാര്യ സെറീന വലിയ രീതിയിൽ പോരാടി. അങ്ങനെ പോരാടിയാൽ മാത്രമേ ജയിക്കൂ. ഞങ്ങൾ ആണുങ്ങൾ ഈ വിഷയത്തിൽ പെട്ടുപോയാൽ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കൂടെയുള്ള സ്ത്രീകൾ അവരെ സഹായിക്കണമെന്നും കൂടി അവരോട് അഭ്യർത്ഥിച്ചു. പോലീസുകാർ എന്തിനായിരിക്കാം പോലീസ് സേഫ് ആവാൻ വേണ്ടി. അപ്പൊ ഹണി റോസ് ആദ്യം എനിക്കെതിരെ ചോദിക്കുന്നു, പോലീസ് പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. രണ്ടാമത് പോയപ്പോൾ നിയമോപദേശം തേടി, അപ്പോഴും കേസെടുത്തില്ല. ഹണി റോസ് വീണ്ടും വന്ന് അതേ പരാതി കൊടുത്തപ്പോൾ എനിക്കെതിരെ കേസെടുത്തു. കാര്യം പോലീസുകാരുടെ ഇടയിലെ സംസാരം എന്താ അറിയാമോ? ആ രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് പരാതിയായിട്ട് വന്നിട്ടുണ്ട്, തൊല്ലയാണ്, നമുക്ക് കേസ് എടുത്ത് കൊടുത്തേക്കാം, വേണമെങ്കിൽ അവൻ കോടതി പോയി ജാമ്യം നേടട്ടെ. ന്യായവും നീതിയും ഒന്നുമല്ല, കേസിന്റെ മെറിറ്റും കോണ്ടന്റും ഒന്നുമല്ല. ഞങ്ങൾക്ക് തൊല്ല വേണ്ട. ഇനി നാളെ നമ്മൾ സ്ത്രീപക്ഷമല്ലെന്ന് ആരെങ്കിലും പറയൂ, മീഡിയക്കാർ ചോദിക്കും, കോടതി ചോദിക്കൂ, അതുകൊണ്ടൊരു കാര്യം കേസ് എടുത്താവും മേലെ കെട്ടോട്ടെ. ഇതാണ് എക്സാക്ട് മനസ്ഥിതി, ഇതാണ് എക്സാക്ട് കോൺവെർസേഷൻ. ഒരു പോലീസുകാരൻ, അതായത് ഇപ്പം SP താഴെയുള്ളവരോട് പറയുന്ന എക്സാക്ട് കോൺവെർസേഷൻ, വലിയ കാര്യം എന്നുള്ള പരാതിയൊന്നുമല്ല, പക്ഷെ നീ FIR ഇട്ട് കൊടുത്തേക്ക്. ഈ കേസ് വന്നപ്പം പോലീസും ഒരുപക്ഷെ DGP താഴെ പറഞ്ഞിരിക്കുന്നത്, DGPയെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്, ഒരു ബഹുമാനക്കുറവ് കൊണ്ടല്ല. ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കാൻ കടുപ്പിച്ച് ജാമ്യമില്ലാത്ത ഉപ്രകാരം എടുത്തു. സാറേ, ആ കുട്ടി ഡിഫമേഷനാണ് കൊടുത്തിരിക്കുന്നത്. IT ആവട്ടെ എടുത്തിരിക്കും. നമ്മളെ മീഡിയക്കാരുടെയും കുറ്റമൊന്നും പറയണ്ട, നമ്മൾ സ്ത്രീപക്ഷമല്ലെന്ന് പറയണ്ട. ഇനി ഡിഫമേഷൻ കൊടുത്തിട്ട് പോലും പോലീസ് എടുത്തിരിക്കുന്ന IT ആക്ടാണ് 67. കാര്യം എന്നാലല്ലേ ഗുമ്മുള്ളൂ, എന്നാലല്ലേ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് വന്നു എന്ന് പോലീസിന് പറയാൻ ഒരു ഗും കിട്ടൂ. എന്തൊരു ലോകമാണ്. ആണുങ്ങൾക്ക് നീതി വേണ്ടേ? എന്തിനാണ് പിന്നെ പോലീസും കോടതിയും? അതായത് 50% നമ്മൾ ആണുങ്ങളും കൂടെയല്ലേ? അപ്പോൾ ഈ നാളെ പോലീസുകാർക്കെതിരെ ഇത് വരും, പോലീസുകാർക്കെതിരെ ഇതുപോലെ വ്യാജ പരാതി വരും. ആൾക്കാരെ പലപ്പോഴും ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിനൊരു അവസാനം നമുക്ക് ഉണ്ടാക്കണം. അതിനാണ് പുരുഷ കമ്മീഷൻ. ഇതൊക്കെ ഒരു കാലത്ത് പോലീസും മാധ്യമങ്ങളും സ്ത്രീപക്ഷത്തിനും സ്ത്രീകൾക്കും അനുകൂലമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പലപ്പോഴും അത് ഐബോൾസ് ഗ്രാബ് ചെയ്യാനും TRPക്കും റീച്ചിനും വേണ്ടി ചെയ്യുന്നതായി മാറി എന്നുള്ളതാണ് വിഷമകരം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആരെയും കൊടുക്കാനും കരിവാരത്തേക്കാനും പറ്റും, തേജോവധം ചെയ്യാൻ പറ്റും, എഡിറ്റഡ് ക്ലിപ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, 10 പരാതി വന്നു എന്ന വാർത്ത ശ്രദ്ധിച്ചില്ല, കാണും അല്ലേ? പല ആൾക്കാർ കാണും. യഥാർത്ഥത്തിൽ ആ 10ൽ 5 പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. ഞാൻ ആ FIR വെച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതി ബ്രേക്കിംഗ്. അപ്പൊ ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ എന്ത് വിചാരിക്കും?
10 പരാതിയൊക്കെ ഒരാൾക്കെതിരെ വന്നാൽ ഒരെണ്ണമെങ്കിലും ശരിയായിരിക്കൂലേ? ഇതാണ് നമ്മൾ നോക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന 10 പരാതികൾ പോലീസിന് കിട്ടിയതിൽ 5 എണ്ണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവിന്റെ കരിയർ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഇതിനെതിരെ രാഹുലിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ വാർത്തകളാണ്. അതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ ആ 10-ൽ 5. ഇനി ബാക്കിയുള്ള 5 എണ്ണം തേർഡ് പാർട്ടി പരാതികളാണ്. ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമാണ് തേർഡ് പാർട്ടി പരാതികൾ. സാർ, അവൻ അവളെ പീഡിപ്പിച്ചു, നിനക്ക് അവനെ അറിയാമോ? ഇല്ല, TV കണ്ടിട്ടേ ഉള്ളൂ. അവളെ അറിയത്തുമില്ല, പിന്നെ നീ എന്തിനാ പരാതി കൊടുക്കുന്നത്? തേർഡ് പാർട്ടി പരാതി കൊടുക്കുക എന്ത് പരിപാടിയാണ്? എന്തൊരു തട്ടിപ്പാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തേർഡ് പാർട്ടി പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, ഡോക്ടർ അരുണിനെതിരെയും നാട്ടിൽ കിടക്കുന്ന ഏതോ ഒരുത്തമെന്ന് അരുൺ ഒരു TV-യിൽ ഒരു തമാശ പറഞ്ഞു എന്ന് പറഞ്ഞ് അരുൺ നേരിട്ട് പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല, ആ പെൺകുട്ടിക്കെതിരെ പോക്സോ അരുൺ ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ കോടതികൾ ഇടപെട്ട് ഇത് തടയണം. ഈ വ്യാജ പരാതി കൊടുക്കുന്നതും ഫ്രിവലസ് ലിറ്റിഗേഷൻ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും വെച്ചാണ്. കാര്യം അരുണിന് പിടിച്ചു നിൽക്കാൻ ഒരു എക്കോസിസ്റ്റം കാണും. ഡോക്ടർ അരുൺ പ്രമുഖനായ മാധ്യമപ്രവർത്തനാണ്. സാധാരണക്കാരൻ വന്നാൽ പെട്ടുപോയില്ലേ? ഇനിയും കേസ് കഴിഞ്ഞാൽ തന്നെ എന്ത് പറയും? കണ്ടാ പണ്ട് ബോക്സിൽ ഉണ്ടായിരുന്നു, ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറയും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, മുകേഷിനെ, ശശീന്ദ്രൻജിയെ, ഇവരെ എല്ലാം വെച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കോഴിയുടെ സൗണ്ട് ഉണ്ടാക്കിയാൽ ഞങ്ങൾ പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കും എന്ന് പറയും. എന്താ ശശീന്ദ്രൻജിയുടെ സംഭവം എന്നറിയാം? ഒരു പുതിയ ചാനൽ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു പെൺകുട്ടിയെ വിളിച്ച് അങ്ങോട്ട് സെക്സ് ചാറ്റ് ചെയ്യിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ച് ആ പെൺകുട്ടിയുടെ വോയിസ് കട്ട് ചെയ്ത് പുള്ളിയുടെ വോയിസ് മാത്രം കൊടുത്തു. ഇതാണ് യഥാർത്ഥം സംഭവിച്ചത്. ഹണി ട്രാപ്പാണ് യഥാർത്ഥം സംഭവിച്ചത്. പുതിയൊരു ചാനൽ തുടങ്ങുന്നതിന്റെ ഭാഗമായി മന്ത്രിയെ കുടുക്കി തുടങ്ങാം, അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് സംഭവിക്കില്ലേ? അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടി 3-4 പ്രാവശ്യം വിളിച്ച് നമ്മൾ എന്തെങ്കിലും അറിയാതെ ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നിരിക്കട്ടെ, പറയരുത്, അത് വേറെ. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്ന ആണുങ്ങളാണെന്ന് മറക്കരുത്. അതുകൊണ്ട് പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് ഒരു 20 വർഷം മുമ്പ് 30 വർഷം മുമ്പ് നമ്മുടെ പെൺകുട്ടികളോട് അമ്മമാർ പറഞ്ഞിരുന്നു, മോളെ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാണ് പ്രശ്നം. ഇന്ന് ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പോലീസിൽ പോകേണ്ടി വരുന്നതും ജയിലിൽ പോകേണ്ടി വരുന്നത് നമ്മൾ ആണുങ്ങളാണ്. സൂക്ഷിക്കണം. മുകേഷേട്ടൻ്റെ കാര്യം, മുകേഷൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? കോടതിയുടെ അനുകൂല പരാമർശങ്ങൾ അടക്കമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? പക്ഷേ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള കാർഡായിട്ട് നമ്മൾ എന്നും എടുത്തു വെക്കും. ശ്രീ മുകേഷിന്റെ മനസ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ മുകേഷ് 40 വർഷത്തിലധികമായി നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മീഡിയയിലോ സിനിമയിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്ക് താനൊരു ബാധ്യതയാണ് എന്ന് എന്നും ഉള്ളിൽ കരുതില്ലേ? നമുക്ക് നമ്മുടെ പാർട്ടിക്ക് ഞാൻ എന്തോ ദൗർബല്യമാണ്. എന്ത് ദൗർബല്യമാണ്? പുള്ളി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല. പുള്ളിയുടെ വ്യക്തിപരമായ ജീവിതം അടക്കം ആൾക്കാരെടുത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത്, കഥകൾ ഉണ്ടാക്കുന്നത്. കാര്യം രാഷ്ട്രീയപരമായ അതാണല്ലോ. അപ്പോൾ ഒരൊറ്റ ആൾ മാത്രമേ ആ അവസരത്തിൽ നന്മ പറഞ്ഞുള്ളൂ, ശ്രീ സുരേഷ് ഗോപിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് അവിടെയാണ്. പാർട്ടിക്ക് അതീതമായ ഇത്തരം വിഷയങ്ങൾ നമുക്കൊരു കോമൺ നിലപാടുണ്ടാകണം. മുകേഷിന് രാജിവെക്കണമെന്ന് കോടതി പറഞ്ഞു. മുകേഷ് എന്തിനാ രാജിവെക്കുന്നത്? മുകേഷിനെതിരെ ഒരു വ്യാജ പരാതി വന്നിട്ട് മുകേഷ് രാജിവെക്കുന്നത് എന്തിനാ? അത് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ രാജിവെക്കാതെ കാത്തത് വളരെ നന്നായി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങനെ MLA സ്ഥാനം രാജിവെക്കാതെ കാത്തത് ജനങ്ങളാണ്. MLA സ്ഥാനം രാജിവെപ്പിക്കാനായി ഒരു പത്രസമ്മേളനം ഉണ്ടാകുമെന്നും ഒരു പ്രത്യേക ദിവസം വൈകിട്ട് രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടക്കം കടൽ പോലെ ശക്തമായിട്ട് അലയടിച്ചത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടാതെ വന്നത്, അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരാത്തത്. അതേപോലുള്ള പിന്തുണ അദ്ദേഹത്തിനും ശ്രീ മുകേഷിനും, അല്ലെങ്കിൽ വ്യാജ പരാതി ശ്രീ സുരേഷ് ഗോപി ഒരു പെൺകുട്ടിയുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞത് ലൈംഗിക അതിക്രമം എങ്ങനെയാകും? ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ എങ്ങനെയാകും? 10-12 ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഉണ്ടാകുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയെന്ന്, നിനക്ക് അങ്ങനെ തോന്നി ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആവൂ? ആ പെൺകുട്ടി പറഞ്ഞാണ്. ആ പെൺകുട്ടിയുടെ ഫീലിംഗ് ആണ് പ്രധാനം. അല്ല സാർ, ഫാക്റ്റുകളാണ് പ്രധാനം, പെൺകുട്ടികളുടെ ഫീലിംഗ് അല്ല പ്രധാനം. ഇങ്ങനെ മാധ്യമങ്ങളിൽ പലരും പറഞ്ഞതാണ്. ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയാൽ അതാണ് പ്രധാനം. ആ പെൺകുട്ടി ആരാണ്? ആ പെൺകുട്ടിക്ക് എങ്ങനെ തോന്നിയാൽ എന്താ? ഫാക്ട്, വസ്തുത, ശരി, സത്യം, യാഥാർത്ഥ്യം. അങ്ങനെ ഒരു കാര്യമില്ലേ? ഇപ്പൊ റിനിയെ സാമൂഹ്യ വിമർശനം നടത്താൻ പാടില്ലെന്ന് പറയാൻ റിനി മദർ തെരേസയോ മഹാത്മാഗാന്ധിയാണോ? റിനിയെ വിമർശിച്ചൂടെ ഈ നാട്ടിൽ? അതെന്താ? റിനിക്ക് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടോ? ഈ നാട്ടിൽ ഓവർ ഫെമിനിസ്റ്റിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ്, കപട സ്ത്രീപക്ഷവാദം, അമിത സ്ത്രീപക്ഷവാദത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത്. പൊതുജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ട്? 100%. അതുകൊണ്ടാണ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കുക, ഇടുന്ന പോളുകൾ നോക്കുക. 80% പുരുഷ കമ്മീഷനെ അംഗീകരിക്കുന്നതും ഇതിൽ പെട്ടുപോയ ഇരകളായ അതിജീവിതന്മാരായ പുരുഷന്മാരെ അംഗീകരിക്കുന്നതുമാണ്. 80%. അതിൽ 80% ജെനുവിനാണ്. ഇപ്പം 20% ഒരു മെയിൽ ഷോവനിസം കൊണ്ട് എഴുതുന്നവർ കാണാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. സ്ത്രീകളെ മോശമാക്കുന്നവർ, മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നവർ കാണാം, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ 80% നല്ല കമന്റ്സ് ആണ്, പോസിറ്റീവ് കമന്റ്സ് ആണ്, ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ കമന്റ് ആണ്.
കാര്യം നാളെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ടെക്നോ പാർക്ക്, വേറെ ഏതെങ്കിലും സ്ഥാപനം, ഒരു ആരോപണം വന്നാൽ ആളെ ഇല്ലാതാകുകയാണ്. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിച്ച അവന്തിക 2 ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ 50,000 രൂപ മേടിച്ചിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ സെക്രട്ടറി അന്ന പറഞ്ഞതാണ്, എന്നയുടെ വെളിപ്പെടുത്തലാണ്. ഗവൺമെന്റ് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവർക്കെതിരെ പരാതി വന്നാൽ അവർക്ക് ഒന്നെങ്കിൽ സസ്പെൻഷൻ പോകേണ്ടി വരും, ഡിസ്മിസിൽ പോകേണ്ടി വരും, ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ നേരിടേണ്ടി വരും, ശമ്പളം ഇല്ലാതാകും. അവന്തിക എന്നിട്ട് 50,000 രൂപ മേടിച്ച് അവരുടെ നിന്ന് സെറ്റിൽ ചെയ്തു. 2 പേരുടെയും കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴിയല്ലേ? ഓരോരുത്തരുടെയും തൽക്കാലം ഈ മാസം എൻ്റെ കാശില്ല, ഒരു കാര്യം ചെയ്യാം, ഒരുത്തനെ വ്യാജ പരാതി കൊടുക്കുമെന്ന് പറയാം, അത് പേടിച്ച് അവൻ എനിക്ക് കാശ് തരും. അങ്ങനെ 2 പേരുടെയും 50,000 രൂപ വെച്ച് 1,00,000 രൂപ ഇവർ മേടിച്ചു എന്ന് അവരുടെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി വന്ന് പറഞ്ഞതാണ്. ഭയം വേണ്ട, ജാഗ്രത മതി. കൊറോണയിൽ പറയുന്ന പോലെ ഭയം വേണ്ട, ജാഗ്രത മതി. ഒന്ന് കോഷ്യസ് ആയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തെ ഓർത്ത് നമ്മൾ ആണുങ്ങൾ ഈ മൊബൈലിൽ, വാട്സപ്പിൽ തുടങ്ങിയ സാധനങ്ങളിൽ സ്വകാര്യ മെസ്സേജസ്, സ്വകാര്യ സാധനങ്ങൾ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ പ്രണയമുള്ളതോ ഇനിയും എന്താ പറയുന്നത് അട്രാക്ഷൻ ഉള്ളതോ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒന്ന് സൂക്ഷിക്കണം. കാര്യം പിന്നീട് നമ്മളെ ഇത് വെച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹണി ഭാസ്കറിന് ഭയങ്കര പഞ്ചാര. എന്താ അറിയാമോ? ശ്രീലങ്ക എന്ന് പറഞ്ഞ് വെളുത്തൊരു ഹാർട്ട് ഇട്ട് കണ്ടു കാണും, ഭയങ്കര പഞ്ചാരയാണ്. ശ്രീലങ്ക എന്ന് പറഞ്ഞ് വെളുത്തൊരു ഹാർട്ട് ഇട്ടാൽ പഞ്ചാര എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമാണ്. അതാണ് യഥാർത്ഥ സംഭവിക്കുന്നത്. എന്ത് വേണമെങ്കിൽ എങ്ങനെ പറയാം? ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആണും രാഹുൽ കല്യാണം കഴിക്കുന്ന പയ്യനല്ലേ, ഏതെങ്കിലും പെൺകുട്ടിയോട് അവർക്കും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് കാണും. നമുക്ക് എന്താ അതിൽ കാര്യം? അയാളുടെ ജീവിതം, അവളുടെ ജീവിതം, നമുക്ക് എന്താ അതിൽ കാര്യം? ക്രൂരമായ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് റീച്ച് കിട്ടാൻ, സോഷ്യൽ മീഡിയ റീച്ച് കൂടാൻ, ബിഗ് ബോസിൽ അവസരം കിട്ടാൻ, കാശ് കിട്ടാൻ, എക്സ്റ്റോർഷന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഇരകളാകുന്ന സ്ത്രീകൾ, യഥാർത്ഥത്തിൽ അതിജീവിതമാർ, യഥാർത്ഥത്തിൽ പരാതി കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ, അവർക്കും കൂടി ദ്രോഹം ചെയ്യുകയാണ്. സിനിമാ മേഖലയിൽ തനിക്ക് റോള് കിട്ടിയില്ല, അല്ലെങ്കിൽ മുമ്പ് സംസാരിച്ചു വെച്ച റോള് കിട്ടിയില്ല, അയാൾക്കെതിരെ വ്യാജ പരാതി അല്ലെങ്കിൽ റേപ്പ് പരാതി കൊടുക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ എതിരാളികളെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് CPM കോൺഗ്രസ് BJPയുടെ പ്രശ്നമല്ല. ഷൈൻ ടീച്ചറിനെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നു. അതിലൊന്നും ഒരർത്ഥവുമില്ല. 100% നമ്മൾ ഷൈൻ ടീച്ചറിനൊപ്പമാണ്, ഉണ്ണികൃഷ്ണൻ MLA-ക്കൊപ്പമാണ്, ഷൈൻ ടീച്ചറിന്റെ ഫാമിലിക്കൊപ്പമാണ്. അല്ലെങ്കിൽ ചുമ്മാ കഥയുണ്ടാക്കിക്കൂടെ? ഒന്ന് ആലോചിച്ചു നോക്കുക. 1991 സന്ദേശം എന്ന സിനിമ ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ ശങ്കരാടി പറയുന്നുണ്ട്, എതിർ പാർട്ടികളിലെ കഴിവുള്ളവരെ നമുക്ക് ഈ സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച്, ലൈംഗിക ആരോപണം ഉന്നയിച്ച് തേജോവധം ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. ഇന്നും കഴിഞ്ഞ 35 വർഷമായി അല്ലെങ്കിൽ 34 വർഷമായിട്ട് ശങ്കരാടി ലോജിക്കിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇത് മാറേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്.